ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഓണമൊക്കെ ഹാപ്പി ആൻഡ് പീസ്ഫുൾ ആയിട്ട് ആഘോഷിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും അത്യാവശ്യം നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. ഈ വീഡിയോ എടുത്തത് 12th സെപ്റ്റംബർ ഏകദേശം ഒരു 12:10 സമയത്താണ് കേട്ടോ. ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജനയും കൂടിയിട്ടൊരു ഓണം ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ വാങ്ങിയ പൂക്കളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. കുറച്ചൊക്കെ വാടി പോയിട്ടുണ്ടായിരുന്നു. അഞ്ജന അബുദാബിയാണ് കേട്ടോ ഉള്ളത്. അവൾ അവിടുന്ന് പറ്റുന്ന പോലെയൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ അവളുടെയും വീഡിയോസൊക്കെ കമ്പൈൻ ചെയ്യുകയാണ് ചെയ്തത്. ഓണം ട്രാൻസിഷനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിഫോർ മേക്കപ്പ് ഇങ്ങനൊരു വീഡിയോ എടുത്തു വെച്ചു. ആദ്യം തന്നെ 2-3 വട്ടമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ശരിയായത്. പിന്നെ അതേ ചെണ്ടുമല്ലിയും ജമന്തിയും പോലെ തോന്നിപ്പിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ മാല ഞാൻ കണ്ടപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാകുമ്പോൾ പിന്നീട് യൂസ് ചെയ്യാമല്ലോ. ഈ പൂജയുടെ ഐറ്റംസൊക്കെ കിട്ടുന്നൊരു കടയിൽ നിന്ന് ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാണ് ഞാനിതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാനതേ ഈ കാണുന്നൊരു വോളിൽ അത് എങ്ങനെയെങ്കിലും കെട്ടിത്തൂക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പൊസിഷനൊക്കെ ചെക്ക് ചെയ്യായിരുന്നു ഞാൻ. ഡബിൾ ആൻഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാനായിരുന്നു പ്ലാൻ. ചുവരിൽ വെറുതെ ഇങ്ങനെ വൃത്തികേടാക്കി വെക്കേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പൂമാല ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് പൂക്കളം ഇടുക എന്നുള്ളതാണ്. ഭയങ്കര സെറ്റപ്പായിട്ടല്ലാന്നുണ്ടെങ്കിലും ഞാനും അഞ്ജനയും ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിരുന്നു പ്ലാൻ. അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഫൈനൽ വീഡിയോ ഒക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട്. ഞാൻ വാങ്ങിയതിലത്തെ താമരയുടെ മൊട്ടായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലത്തെ ഓരോ പെറ്റലായിട്ട് ഞാനിങ്ങനെ വിരിയിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ലോട്ടസ് കാണാനായിട്ട് എന്ത് ഭംഗിയാലേ. ഇതേപോലെ തന്നെ ആമ്പൽപ്പൂവും എനിക്ക് നല്ല ഇഷ്ടമാണ് കാണാനായിട്ട്. പിന്നെ ഞാനിതേ പൂക്കളൊക്കെ ഇടാനായിട്ട് ഇരുന്നു കേട്ടോ. നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ക്യാമറ സ്റ്റാൻഡും ബാക്കി എല്ലാതും ഓൾറെഡി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പ്രോപ്പർ ആംഗിൾ സെറ്റ് ചെയ്തിട്ടൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പൂക്കളൊക്കെ ഇടാനായിട്ട് ഞാൻ തുടങ്ങി. വലിയ കാര്യമായിട്ടുള്ള ഡിസൈനൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു തട്ടിക്കൂട്ട് പൂക്കളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ തട്ടിക്കൂട്ട് വീഡിയോ ആയിരുന്നല്ലോ. അങ്ങനെ ഇത് ചെറിയൊരു പൂക്കളവിടെ റെഡി ആയിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ കാണാനായിട്ട്. ഈ പൂക്കളവും പൂമാലയും ഒക്കെ വെച്ചിട്ട് ചെറിയൊരു ഓണം വൈബ് ഞാൻ കൊണ്ടുവരാനൊക്കെ ആയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം ഞാൻ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തു. രാത്രി 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറക്കം വന്നിട്ട് ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. എന്നാലും വീഡിയോ എങ്ങനെയും എടുത്ത് റെഡിയാക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ വീഡിയോസൊക്കെ ഞാൻ എടുത്തു തുടങ്ങി. ട്രാൻസിഷൻ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതും ഒരു 2-3 ടേക്കൊക്കെ എടുത്തിട്ടാണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. വീഡിയോയിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനായിട്ട് അത്യാവശ്യം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓണം ട്രാൻസിഷൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കണേ. അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത ശേഷം പിന്നെ 3-4 ഫോട്ടോസും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പരിപാടി അവസാനിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്.